ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ ഇപ്രകാരം കുറേ ജിമെയിൽ അക്കൗണ്ട് എല്ലാം നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത് പലപ്പോഴും നിങ്ങൾ വിസിറ്റിംഗ് കാർഡിൽ അല്ലെങ്കിൽ നിങ്ങൾ പല പർപ്പസിനായെല്ലാം ഇത് നൽകിയിട്ടുണ്ടാകും. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ എല്ലാ ജിമെയിൽ അക്കൗണ്ടും യൂസ് ചെയ്യണമെന്നില്ല. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്ന നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നിങ്ങൾക്ക് ഇതിനു സാധിക്കൂ. ഇതിനു ശേഷം നിങ്ങൾക്ക്, അതായത് ഡിസംബർ 2023 ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഗൂഗിൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഒന്നും ഡിലീറ്റ് ആകേണ്ട എങ്കിൽ എന്താണ് നമുക്കിതിന് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. ഇപ്രകാരം ഈ ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്, പലരും ഇപ്രകാരം ജിമെയിൽ ID എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ID ഒന്നും കുറേ കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഗൂഗിൾ ഡിലീറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതായത് 2 വർഷമായെല്ലാം നമ്മൾ ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ID യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാം ഇനി ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആകും. അതിനാൽ തന്നെ നമ്മുടെ ID നമുക്ക് നിലനിർത്തണമെങ്കിൽ, അതായത് നമുക്ക് ആ ID നഷ്ടപ്പെടേണ്ട എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ 2 വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജിമെയിൽ IDയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക എന്നതാണ്. അതുപോലെ ലോഗിൻ ചെയ്ത് ഇടയ്ക്കെങ്കിലും ഇത് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ജിമെയിൽ ID യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നഷ്ടമാകും. അതായത് ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ മീറ്റ്സ്, ഗൂഗിൾ ഫോട്ടോസ്, ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ആ ID വെച്ച് പിന്നീട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് നിങ്ങൾ കുറേ വർഷമായി യൂസ് ചെയ്യുന്നില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്ത് വീണ്ടും ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്രകാരം ഇത് ഡിലീറ്റ് ആകുന്നത് തടയാൻ സാധിക്കും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലർക്കും അറിഞ്ഞു എന്ന് വരില്ല. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനാൽ തന്നെ അവരുടെ ജിമെയിൽ ID ഒന്നും ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആകാതിരിക്കാൻ ഇത് അവരെ സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്